മാർച്ച് 28-ഉം പൃഥ്വിരാജും തമ്മിൽ എന്തെങ്കിലും പ്രത്യേക ബന്ധമുണ്ടോ? ചെറിയൊരു കഥ പറഞ്ഞു തരാം. 5 വർഷം മുൻപ്, അതായത് 2019-ൽ പൃഥ്വിരാജ് സംവിധായകനായ ആദ്യ ചിത്രം ലൂസിഫർ മാർച്ച് 28-ന് തിയേറ്ററിലെത്തി. ഒടിയന്റെ വൻ പരാജയത്തിന് ശേഷമുള്ള മോഹൻലാലിന്റെ വമ്പൻ തിരിച്ചുവരവ് മാത്രമായിരുന്നില്ല, അരങ്ങേറ്റ ചിത്രം തന്നെ 100 കോടി ക്ലബിലെത്തിക്കുന്ന മലയാളത്തിലെ ആദ്യ സംവിധായകൻ എന്ന അപൂർവ നേട്ടത്തോടെ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ ഉദയം കൂടിയായിരുന്നു അത്. വീണ്ടും 5 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മാർച്ച് 28. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആടുജീവിതം തിയേറ്ററിലെത്തി. അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിയുടെ ട്രാൻസ്ഫോർമേഷനും പ്രകടനവും കണ്ട് ഇന്ത്യൻ സിനിമാ ലോകം തന്നെ അമ്പരന്നു. ചിത്രം അതിവേഗം 100 കോടി ക്ലബിലുമെത്തി. അങ്ങനെ 5 വർഷങ്ങളുടെ ഇടവേളയിൽ സംവിധായകനും നായകനുമായ ചിത്രങ്ങൾ 100 കോടി ക്ലബിലെത്തിക്കുന്ന ഏക മലയാളി താരമെന്ന റെക്കോർഡ് നേട്ടത്തിലാണ് ഇപ്പോൾ പൃഥ്വിരാജ്. ഇതോടെ മാർച്ച് 28 പൃഥ്വിയുടെ ഭാഗ്യദിനമാണെന്ന കണ്ടെത്തലിലാണ് ആരാധകർ. മോഹൻലാൽ പൃഥ്വി കൂട്ടുകെട്ടിൽ ചിത്രീകരണം തുടരുന്ന എമ്പുരാൻ അടുത്ത വർഷം മാർച്ച് 28-ന് റിലീസ് ചെയ്താൽ മതി എന്ന് പറയുന്നവരും കുറവല്ല.